ഹലോ, വെൽക്കം ബാക്ക് ടു ഗീതാസ് ടേസ്റ്റ് ഗാലറി. ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ വെച്ചിട്ടുള്ള ബിരിയാണിയാണ്. ഞാൻ റോസ് ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ചെമ്മീൻ, സവോള ഫ്രൈ ചെയ്ത് വെച്ചതാണ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ബിരിയാണി പൗഡർ. ഇത് 2 കപ്പ് റൈസ് ഞാൻ 10 മിനിറ്റ് കുതിർത്ത് വെള്ളം ഊറ്റി വെച്ചേക്കുന്നതാണ്. ആദ്യം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. ആദ്യം അരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇത് ചെമ്മീൻ ആയതുകൊണ്ട് നെയ്യല്ല, വെളിച്ചെണ്ണയാണ്. ചൂടായി അതിലേക്ക് കറുവപ്പട്ട, ഏലക്കായ, പട്ട ചേർക്കുന്നുണ്ട്. കഴുകി വെച്ച അരി ചേർക്കുകയാണ്. അരി ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അരി 5 മിനിറ്റ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. ഞാൻ 4 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ് ആവശ്യത്തിന്. ഇനി അരി ചേർക്കുകയാണ്. കുറച്ച് ചെറുനാരങ്ങ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. അടച്ചു വെച്ച് ചോറ് ഒരു പകുതി വേവിച്ചെടുക്കാം. റൈസ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. സവാള കുറച്ച് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർക്കാം. തക്കാളി ചേർക്കാം. നേരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഞാൻ ഫ്രീസറിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. മല്ലിയില, പുതിന അരച്ച് വെച്ചേക്കുന്നതാണ്. അത് ഒരു പീസ് ചേർക്കാം. ഇനി പൊടികളെല്ലാം ചേർക്കാം. ഇനി പ്രോൺസ് ചേർക്കാം. ചെമ്മീൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ചോറിൽ ഉപ്പ് ചേർത്തതാണ്. കറിവേപ്പില ചേർത്ത് അടച്ച് വെച്ച് മസാലയൊന്ന് വേവിച്ചെടുക്കാം. അപ്പം അത് കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇനി ദമ്മിടാം. ഒരു ചട്ടി അടിയിൽ വെച്ചിട്ട് വേണം പാത്രം വെക്കാനായിട്ട്. കുറച്ച് നെയ്യ് ഒഴിക്കുക. നല്ല ചേർക്കുക. ചോറ് ചേർക്കുക. പുതിന, മല്ലിയില ചേർക്കുന്നുണ്ട്. ഇത് സവോള ചേർക്കുകയാണ്. അണ്ടിപ്പരിപ്പ്, മഞ്ഞൾ കലക്കിയതാണ്. പുതിന, മല്ലിയില ചേർക്കുന്നുണ്ട്. ഇത് സവോള ചേർക്കുകയാണ്. അണ്ടിപ്പരിപ്പ്, മഞ്ഞൾ കലക്കിയതാണ്. ഇനി അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വയ്ക്കുക. 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാണ്. തുറന്ന് നോക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പ്രോൺസ് ബിരിയാണിയാണ്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.